ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് JCIയുടെ എക്സാമിനും കേരള ബാങ്കിന്റെ എക്സാമിനുമുള്ള സിലബസ് പ്രകാരമുള്ള ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റത്തെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം 5 മാർക്കിനാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് സിലബസിൽ മാർക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോർപ്പറേഷൻ ആൻഡ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അപ്പോൾ ഈ മൊഡ്യൂളിൽ കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് കണക്ട് ചെയ്ത ഫാക്ട്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ എയിം ഓഫ് ക്യാപിറ്റലിസം? ക്യാപിറ്റലിസത്തിന്റെ മെയിൻ എയിം എന്താണെന്നാണ്. സോഷ്യൽ വെൽഫെയർ, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, മാക്സിമം പ്രോഫിറ്റ്, സ്റ്റേറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുന്നേ എന്താണ് ക്യാപിറ്റലിസം എന്ന് നമുക്കറിയണം. അപ്പോൾ നമുക്ക് എക്കണോമിക് സിസ്റ്റത്തിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്കണോമിക് സിസ്റ്റം വേർ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് കൺട്രോൾ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു എക്കോണമീൻ്റെ മീൻസ് ഓഫ് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസ് ആണെന്നുണ്ടെങ്കിൽ അത്തരം എക്കണോമിക് സിസ്റ്റത്തെ പറയുന്ന പേരാണ് ക്യാപിറ്റലിസം എന്നുള്ളത്. അപ്പോൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് ഓൺ ചെയ്യുന്നത്. അവിടുത്തെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതൊക്കെ പ്രൈവറ്റ് പാർട്ടീസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സിൽ മെയിൻ ആയിട്ടുള്ളത് തന്നെ അത് തന്നെയാണ്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഫ്രീഡം ഓഫ് കോൺട്രാക്ട് ആൻഡ് എൻ്റർപ്രൈസ്. ഫ്രീഡം ഓഫ് കോൺട്രാക്ട്, നമുക്ക് കോൺട്രാക്റ്റിൽ എൻഗേജ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് കോൺട്രാക്ട്, അതുപോലെ ക്ലാസ് കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. ക്ലാസ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ. ലേബറും ക്യാപിറ്റലും തമ്മിൽ ക്ലാസ് കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വൈഡ് ഇൻകം ആൻഡ് വെൽത്ത് ഡിസ്പാരിറ്റി. അതായത് ഈക്വൽ ആയിട്ടല്ല ഇൻകം ഒക്കെ അല്ലെങ്കിൽ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ചെയ്യുന്നത്. സിറ്റിസൺസിന് എല്ലാവർക്കും ഈക്വൽ ആയിട്ടല്ല കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ റിച്ചും പൂറും തമ്മിൽ വലിയൊരു അന്തരം ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നീട് കൺസ്യൂമർ സോവർജിനിറ്റി ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. കൺസ്യൂമർ സോവർജിനിറ്റി. പിന്നെ അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. കോമ്പറ്റീഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, ഇതൊക്കെയാണ് ക്യാപിറ്റലിസത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പാർട്ടീസ് ആണ് എല്ലാ കാര്യങ്ങളും ഓൺ ചെയ്യുന്നത്. അതിൻ്റെ ഫ്രീഡം ഓഫ് കോൺട്രാക്റ്റ് ഉണ്ട്, പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ്, ക്ലാസ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ, ക്ലാസ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ, വൈഡ് ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ, അതുപോലെ തന്നെ മൊണോപോളി ആൻഡ് ക്ലാസ് വാർ ഉണ്ട്, അതുപോലെ കൺസ്യൂമർ സോവർജിനിറ്റി ഉണ്ട്, കോമ്പറ്റീഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഈ ഒരു ഫീച്ചേഴ്സൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ വാട്ട് ഈസ് ദ മെയിൻ എയിം ഓഫ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ്, മാക്സിമം പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റ് ബൈ സ്റ്റേറ്റ് ഓർ ഗവൺമെൻറ്. അതായത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ആണ് മീൻസ് ഓഫ് പ്രൊഡക്ഷനൊക്കെ ഓൺ ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം എക്കണോമിക് സിസ്റ്റത്തിന് എന്താ പറയുക എന്നാണ് നമ്മൾ പറഞ്ഞു. ക്യാപിറ്റലിസം പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ സോഷ്യലിസം ആണ് സ്റ്റേറ്റ് ഓൺഡ് ചെയ്യുന്നത്. അതായത് ഇവിടെ an economic system where the state means ഗവൺമെൻറ് ആണ് കൺട്രോൾ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു എക്കോണമിയിലെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ അത്തരം എക്കണോമിക് സിസ്റ്റത്തെ പറയുന്ന പേരാണ് സോഷ്യലിസം എന്നുള്ളത്. ഈ സോഷ്യലിസം പ്രകാരം എന്താണ്? സർപ്ലസ് എക്കോണമിയിൽ ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സിറ്റിസൺസിനിടയിൽ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. എംപ്ലോയ്മെൻറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള റെസ്പോൺസിബിൾ അതോറിറ്റിയാണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്. നമ്മുടെ ക്യാപിറ്റലിസത്തിനുള്ള അല്ലെങ്കിൽ എക്കണോമിക് എവിൽസിനുള്ള ഒരു റെമഡിയാണ് ഈ സോഷ്യലിസം എന്നാണ് പറയുന്നത്. ഇവിടെ സോഷ്യലിസത്തിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് എന്താണ്? ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഓൾ ആണ് ഇതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത്. ഈ ഒരു സോഷ്യലിസ്റ്റ് എക്കോണമീനെ പറയുന്ന മറ്റൊരു പേരാണ് സെൻട്രലൈസ്ഡ്
പ്ലാനിങ് എക്കോണമി, സെൻട്രലൈസ്ഡ് പ്ലാനിങ് എക്കോണമി എന്നും കൂടി ഇതിനെ പറയും. ഇതാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ആണ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം എക്കണോമിക് സിസ്റ്റത്തിനെയാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ദ ടേം ഉട്ടോപ്യൻ സോഷ്യലിസം വാസ് കമൻസ്ഡ് ബൈ. ഉട്ടോപ്യൻ സോഷ്യലിസം എന്ന് പറയുന്ന ടേം മുന്നോട്ട് വെച്ചത് ആരാന്നാണ്? കാറൽ മാർക്സ് ആണ് ഉട്ടോപ്യൻ സോഷ്യലിസം എന്ന വേർഡ് മുന്നോട്ട് വെച്ചത്. നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം. നമ്മൾ നേരത്തെ ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. അപ്പം ഇതിൽ ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ്. പ്രൈവറ്റ് ഓണർഷിപ്പ് ആൻഡ് പ്രൊഡക്ഷൻ ഫോർ പ്രൈവറ്റ് ഗെയിൻ. എന്താണ് ഫസ്റ്റത്തത്? ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചറാണ്. ഇതെന്താണ്? ശരിയാണ്. ഫ്രീഡം ഓഫ് കോൺട്രാക്ട് ആൻഡ് എന്റർപ്രൈസ്, ശരിയാണ്. പ്രിൻസിപ്പൾ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്, ഇതെന്തിൻ്റെയാ? കോർപ്പറേഷൻ്റെയാണ്. കോമ്പറ്റീഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, ഇതെന്താണ്? ഇതിൻ്റെ ഫീച്ചറാണ്. അപ്പോൾ ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചറായത് 1, 2, 4 ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പ്രൈവറ്റ് ഓണർഷിപ്പ് ആൻഡ് പ്രൊഡക്ഷൻ ആണ്, പിന്നെ അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് കോൺട്രാക്ട് ആൻഡ് എന്റർപ്രൈസ് ആണ്, കോമ്പറ്റീഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. നെക്സ്റ്റ് വൺ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം. മൊണോപ്പൊളി ആൻഡ് ക്ലാസ് വാർ. മൊണോപ്പൊളി ആൻഡ് ക്ലാസ് വാർ ഇതിന്റെ ഫീച്ചർ ആണ്. വൈഡ് ഇൻകം ആൻഡ് വെൽത്ത് ഡിസ്പാരിറ്റി, ഇൻകവും വെൽത്തും തമ്മിൽ അല്ലെങ്കിൽ റിച്ചും പൂറും തമ്മിൽ എന്താണ്? വലിയ വ്യത്യാസമുണ്ട്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്, ഇതെന്താ? കോർപ്പറേഷൻ്റെ ആണ്. ഇത് ഇതിന്റെ അല്ല. പ്രൈവറ്റ് ഓണർഷിപ്പ് ആൻഡ് പ്രൊഡക്ഷൻ ഫോർ പ്രൈവറ്റ് ഗെയിൻ, അത് ഇതിന്റെ ഫീച്ചറാണ്. അപ്പം 1, 2, 4 ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസം. ഇതുവരെ ചോദിച്ചത് ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് അതിൽ ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നാണ്. അപ്പോൾ നമുക്ക് എന്താണ് ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചർ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അറിയണം. പ്രൈവറ്റ് ഓണർഷിപ്പ് ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചറാണ്. ക്ലാസ് കോൺഫ്ലിക്റ്റ് ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചറാണ്. എക്സ്റ്റെൻസീവ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണോ? എന്താ ഗവൺമെന്റ് ഇന്റർവെൻഷൻ? ക്യാപിറ്റലിസത്തിൽ എങ്ങനെയാ? മിനിമം ഗവൺമെന്റ് ഇന്റർവെൻഷൻ അല്ലെങ്കിൽ മിനിമൽ ആണ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ. മിനിമൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ. കൺസ്യൂമർ സോവർജിനിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ഫീച്ചറാണ്. അപ്പോൾ ഫീച്ചർ അല്ലാത്തത് എക്സ്റ്റെൻസീവ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ്. നെക്സ്റ്റ് വൺ ആണ്, വാട്ട് ഈസ് എ മോട്ടോ ഓഫ് ക്യാപിറ്റലിസം. നമ്മൾ പറഞ്ഞു ക്യാപിറ്റലിസത്തിന്റെ മോട്ടോ എന്ന് പറയുന്നത് എന്താണ്? സർവൈവൽ ഓഫ് ഫിറ്റ്നസ് ആണ്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്ന് പറയുന്നത് കോർപ്പറേഷന്റെ മോട്ടോ ആണ്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഓൾ എന്ന് പറയുന്നത് സോഷ്യലിസത്തിന്റെയാണ്. സർവൈവൽ ഓഫ് ഫിറ്റ്നസ് എന്നുള്ളതാണ് ക്യാപിറ്റലിസത്തിന്റെ മോട്ടോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ക്യാപിറ്റലിസത്തിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ക്യാപിറ്റലിസത്തിൽ മെയിൻ ആയിട്ടുള്ള മെറിറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ് റിവാർഡ് ബേസ്ഡ് ഓൺ മെറിറ്റ്. റിവാർഡ് ബേസ്ഡ് ഓൺ മെറിറ്റ്, നമ്മളുടെ എബിലിറ്റിക്ക് അനുസരിച്ച് നമ്മളുടെ മെറിറ്റിനനുസരിച്ചിട്ടാണ് ക്യാപിറ്റലിസത്തിൽ നമ്മൾ എന്താണ് റിവാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നീട് പ്രൊമോട്ട് ബിസിനസ് അഡ്വാൻസ്മെന്റ്. പ്രൊമോട്ട് ബിസിനസ് അഡ്വാൻസ്മെന്റ്. പ്രൊഡക്ഷൻ ബേസ്ഡ് ഓൺ കൺസ്യൂമർ വിഷസ്. പ്രൊഡക്ഷൻ ബേസ്ഡ് ഓൺ കൺസ്യൂമർ വിഷസ് ഓർ കൺസ്യൂമർ നീഡ്സ്. പിന്നീട് ഫ്ലെക്സിബിൾ ടു മാർക്കറ്റ് ചേഞ്ചസ്. ഫ്ലെക്സിബിൾ ടു മാർക്കറ്റ് ചേഞ്ചസ്. ഫ്ലെക്സിബിൾ ടു മാർക്കറ്റ് ചേഞ്ചസ്. മിനിമൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ അടുത്ത അഡ്വാൻറ്റേജ് ആണ്. മിനിമൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ. എൻകറേജ് ഫ്രീ കോമ്പറ്റീഷൻ. എൻകറേജ് ഫ്രീ കോമ്പറ്റീഷൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ റിവാർഡ് എങ്ങനെയായിരിക്കും? മെറിറ്റിൻ്റെ ബേസിലായിരിക്കും. ബിസിനസ് അഡ്വാൻസ്മെൻറ്റിന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിൻ്റെ നീഡിനെ ബേസ് ചെയ്തിട്ടാണ്. മാർക്കറ്റ് ചേഞ്ചസിനനുസരിച്ചിട്ട് എന്താണ്? ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ തന്നെ മിനിമൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ആണ്.
അതുപോലെ എൻകറേജ് ഫ്രീ കോമ്പറ്റീഷൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡ്വാൻറ്റേജസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ക്യാപിറ്റലിസത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിലുള്ളത് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വർക്കേഴ്സ്, അത് അഡ്വാൻറ്റേജ് അല്ല, ഡിസഡ്വാൻറ്റേജ് ആണ്. ക്രിയേഷൻ ഓഫ് മോണോപോളി ഡിസഡ്വാൻറ്റേജ് ആണ്. റിവാർഡ് ബേസ്ഡ് ഓൺ മെറിറ്റ് അഡ്വാൻറ്റേജ് ആണ്. സെൻട്രലൈസേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നതും ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിവാർഡ് ബേസ്ഡ് ഓൺ മെറിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ JCA എക്സാം കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് കേരള ബാങ്കിൻ്റെ ക്ലർക്ക് കാഷ്യർ എക്സാം ആണ്. രണ്ടും ഒരു സിലബസ് ആണെന്നുള്ളത് ഏറെ പഠിക്കാനൊക്കെ നമുക്ക് ഏറെ യൂസ്ഫുൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ബേസിൽ നമ്മൾ ഒരു 45 ഡേയ്സ് ക്രാഷ് ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രീ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമും മോഡൽ എക്സാംസും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും ലൈവ് ക്ലാസ്സുകളൊക്കെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബോട്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബോട്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് സോഷ്യലിസം. സോഷ്യലിസത്തിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നാണ്. പ്രൈവറ്റ് ഓണർഷിപ്പ് എന്നുള്ളത് ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചറാണ്. എക്കണോമിക് ഇക്വാളിറ്റി അത് സോഷ്യലിസത്തിൻ്റെ ഫീച്ചറാണ്. വെൽഫെയർ ഓഫ് പീപ്പിൾ സോഷ്യലിസത്തിൻ്റെ ഫീച്ചറാണ്. കളക്റ്റീവ് ഓണർഷിപ്പ് സോഷ്യലിസത്തിൻ്റെ ഫീച്ചറാണ്. അപ്പോൾ ഫീച്ചർ അല്ലാത്തത് പ്രൈവറ്റ് ഓണർഷിപ്പാണ്, അത് ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചറാണ്. നെക്സ്റ്റ് വൺ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് കോർപ്പറേഷൻ. It is described as an economic miracle of last century. It results in significant disparity between rich and poor. It balances between capitalism and socialism. The principle is each for all and all for each. അപ്പോൾ നമുക്ക് കോർപ്പറേഷൻ്റെ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. കോർപ്പറേഷൻ അറിയപ്പെടുന്നത് എക്കണോമിക് മിറാക്കിൾ ഓഫ് ലാസ്റ്റ് സെഞ്ചുറി എന്നാണ്. ഈ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു എക്കണോമിക് റെമഡിയാണ്, എക്കണോമിക് അഡ്ജസ്റ്റ്മെൻറ്റ്സിനുള്ള ഒരു എക്കണോമിക് റെമഡിയാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കോർപ്പറേഷൻ ഒരു ബാലൻസ് ആണ്, ക്യാപിറ്റലിസത്തിൻ്റെയും സോഷ്യലിസം തമ്മിലുള്ള ഒരു ബാലൻസ് ആണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കോർപ്പറേഷൻ്റെ ഗൈഡിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് ആണ്. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണെന്ന് നോക്കാം. ട്രൂ ആയിട്ടുള്ള ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എക്കണോമിക് മിറാക്കിൾ ഓഫ് ലാസ്റ്റ് സെഞ്ചുറി. എക്കണോമിക് മിറാക്കിൾ ഓഫ് ലാസ്റ്റ് സെഞ്ചുറി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കോർപ്പറേഷൻ ആണ്. എക്കണോമിക് മിറാക്കിൾ ഓഫ് ലാസ്റ്റ് സെഞ്ചുറി എന്ന് പറയുന്നത് കോർപ്പറേഷൻ ആണ്, കോർപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ ആണ് ഇറ്റ് റിസൾട്ട് ഇൻ സിഗ്നിഫിക്കൻറ്റ് ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. റിച്ചും പുവറും തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിസ്പാരിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അതൊരിക്കലും കോർപ്പറേഷൻ്റെ ഒരു അഡ്വാൻറ്റേജോ ഫീച്ചറോ ഒന്നുമല്ല, അത് ക്യാപിറ്റലിസവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് വൺ ആണ് ഇറ്റ് ബാലൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. അത് കറക്റ്റാണ്. ഈ ഒരു കോർപ്പറേഷൻ്റെ ഫീച്ചറാണ്. ക്യാപിറ്റലിസവും സോഷ്യലിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ബാലൻസ് ആണ് ഈ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. അപ്പം കറക്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 3ഉം സ്റ്റേറ്റ്മെൻറ്റ് 4ഉം ആണ്. നെക്സ്റ്റ് വൺ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ അബൌട്ട് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസവുമായിട്ട് ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണെന്നാണ്. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ആൻ എക്കണോമിക് സിസ്റ്റം വേർ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. കറക്റ്റ് ആണ്. ഫീച്ചേഴ്സ് കോമ്പറ്റീഷൻ ആൻഡ് എ പ്രൈമറി ഗോൾ ഓഫ് മാക്സിമൈസിങ് പ്രോഫിറ്റ്. ശരിയാണ്. പിന്നീട് ബേസ്ഡ് ഓൺ പ്രൈവറ്റ് ഓണർഷിപ്പ് വിത്ത് ദ മോട്ടോ ഓഫ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. അത് എന്തിൻ്റെയാ? കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. പക്ഷേ അതിൽ വരുന്നത് ഈച്ച് ഫോർ മോട്ടോ തെറ്റാണ്. മോട്ടോ എന്ന് പറയുന്നത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്ന് പറയുന്നത് കോർപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. പിന്നെ ക്യാരക്ടറൈസ്ഡ് ബൈ ക്ലാസ് കോൺഫ്ലിക്റ്റ്, ലിമിറ്റഡ് ഗവൺമെൻറ് റോൾ ആൻഡ് മാർക്കറ്റ് ഡ്രിവൺ മെക്കാനിസം. അത് കറക്റ്റാണ്. അപ്പം ഇതിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ക്യാപിറ്റലിസവുമായിട്ട് ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 4ഉം ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം ആണ്. ഇതിൽ നമുക്ക് 5 മാർക്കിനാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് എന്താണ് ക്യാപിറ്റലിസം എന്നും എന്താണ് സോഷ്യലിസം എന്നും സോഷ്യലിസത്തിൻ്റെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള കമ്മ്യൂണിസം എന്താണെന്നും അതുപോലെ തന്നെ ഇതും കോർപ്പറേഷനുമായിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ബന്ധം, എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് കോർപ്പറേഷനുമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ മെയിനായിട്ട് നോക്കാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.